വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അഫ്ഗാനി ചിക്കൻ ആണ്. മുക്കാൽ കിലോ ചിക്കൻ 4 വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അടുപ്പിച്ച് വരഞ്ഞെടുക്കാം. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി അത് പൊടിച്ചു മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് കുതിർത്ത കാഷ്നട്ട്സ്, അതായത് ഒരു 25 കാഷ്നട്ട്, 10 കുതിർത്ത ബദാം തൊലി കളഞ്ഞത്, 4 വലിയ പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര്, പുളിയില്ലെങ്കിൽ ഒരു 5-6 സ്പൂൺ എടുക്കണം. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇവ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കാഷ്യൂ ബദാം പേസ്റ്റ് ചേർക്കാം. അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം, നേരത്തെ പൊടിച്ച 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചാട്ട് മസാല. ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, എന്നുവെച്ചാൽ ചാട്ട് മസാലയ്ക്ക് ഉപ്പുള്ളതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ വലിയ ചിക്കൻ പീസ് ആയതുകൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഒരു ചാർക്കോൾ കത്തിക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചാലും മതി. കത്തിച്ച ചാർക്കോൾ ഒരു സ്റ്റീൽ ബൗളിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ പുറത്ത് മൂടി വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ നല്ല ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഒരു സ്മോക്കിൻ്റെ നമ്മളൊരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഓരോ ചിക്കൻ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല. ഇതൊരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഓവർനൈറ്റ് വെച്ചാലും എത്രയോ മണിക്കൂർ കൂടുതൽ വയ്ക്കുന്നു അത്രയും നല്ലതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇത് വലിയ ചിക്കൻ ആയതുകൊണ്ടാണ് 10 മിനിറ്റ് എടുക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് മറിച്ചിടാം. ഇപ്പം നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത് കൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. കൊച്ചിയിലെ ജെഫ് ബിരിയാണിയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് ഈ അഫ്ഗാനി ചിക്കൻ. ഇനി നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കസൂരി മേത്തിയുടെയും ചാട്ട് മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം, ഓരോന്നായിട്ട്. ഇനിയിപ്പോൾ പാനിൽ കുറച്ചധികം എണ്ണയുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റാം. നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള ആ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ചിക്കൻ പീസ് ചേർക്കാം. ഇപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ
കുറച്ച് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുക്കാം. ഇത് ഞാനിപ്പോൾ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഗ്രേവി ഒട്ടും കാണില്ല. കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടറിൻ്റെ ഒക്കെ എല്ലാം ഉള്ളിലേക്ക് കയറും. ഇപ്പം നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പം ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അഫ്ഗാനി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.